എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനി വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ കുറച്ച് ആളുകളൊക്കെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പറഞ്ഞ് രംഗത്തിറങ്ങി. എന്നാൽ ഒരു സ്ഥലത്ത് ഒരു സംഗതി ഇങ്ങനെ പുകയുന്നുണ്ട്. ഇനിയും ജനവികാരം കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല. അടിയന്തരമായിട്ട് സ്വാഗതം ചെയ്തേ പറ്റൂ. പുകയണത് എന്താന്ന് മനസ്സിലായില്ലേ? അതൃപ്തി. ഇത്തരം കാര്യങ്ങളൊന്നും CPI ഒരു മാധ്യമ ചർച്ചയ്ക്ക് വേണ്ടി വിഷയമാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, താല്പര്യമില്ല. CPI നിലപാട് CPI വ്യക്തമാക്കിയിട്ടുണ്ട്, അതെല്ലാവർക്കും അറിയാം. അതിനപ്പുറത്ത് മാധ്യമങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളുടെ രോമാഞ്ചം ഉണ്ടാക്കാൻ വേണ്ടി ഇതെല്ലാം പറയാൻ ഞങ്ങളില്ല. വേണമെങ്കിൽ സമരം നടത്തി അതൊക്കെ പൂട്ടിക്കാം. അങ്ങനെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കിട്ടുന്ന വലിയൊരു അവസരമായിട്ടാണ് പാർട്ടി ഇതിനെ കാണുന്നത്. ഈ മന്ത്രിസഭയിൽ അംഗമാണോ അതോ പ്രതിപക്ഷത്തിന്റെ വ്യക്തമാണോ? ഞാൻ ഈ മന്ത്രിസഭയിൽ അംഗം തന്നെയാണോ? CPIയുടെ വിശ്വാസ്യത കളഞ്ഞു കുളിച്ചു എന്നും പറഞ്ഞ് സങ്കടപ്പെടുകയാണ് കുറെ മുതിർന്ന നേതാക്കൾ. എന്താ സഖാവേ ഇത്? നമ്മുടെ പാർട്ടിക്ക് ചില തത്വാധിഷ്ഠിത നിലപാടുകളില്ലേ? അല്ലാതെ ജനവികാരം മാനിച്ച് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? അതിന്റെ ഫലം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ മുതൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പാർട്ടിയുടെ ഇന്നത്തെ ക്ഷീണം മാറ്റേണ്ടത് അത്യാവശ്യമാണ്. ഈ സങ്കടം CPIയുടെ ഓഫീസിൽ ഇരുന്ന് ഇങ്ങനെ ഒച്ചത്തിൽ പറയാന്നല്ലാതെ മുന്നണി യോഗത്തിൽ പോയിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ, അത് ചില്ലറയല്ല. ആശങ്ക തീർത്തു കൊടുക്കണം എന്നുള്ളത് CPIയുടെ നിർബന്ധമായ ഒരു ആവശ്യം. പാർട്ടി ഇതിനെ എതിർത്തത് സഹാവിന് വേണ്ടി മാത്രമാണ്. സംസ്ഥാന എക്സിക്യൂട്ടീവ് 2 തവണ ഒരു കാര്യം ചർച്ച ചെയ്ത് ഒരു നിലപാടെടുത്തിട്ട് ആ നിലപാട് അടിയറ വെക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ സങ്കടമല്ല. സാധാരണ CPIയെ AKG സെൻറ്ററിൽ വിളിച്ചു വരുത്തിയാണ് അപമാനിക്കാറുള്ളത്. ഈ പ്രാവശ്യം MN സ്മാരകത്തിൽ തന്നെ പോയി CPI അപമാനിച്ച സംഭവമാണ് ഈ ബ്രൂവറി വിഷയത്തിലുണ്ടായത്. വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. ഏതായാലും സംഗതി ആകെ പ്രശ്നം തന്നെയാണ്. കിഫ്ബി യൂസർ ഫീലും സ്വകാര്യ സർവകലാശാല വിഷയത്തിലും ആദ്യം അടിയറവ് വെച്ചു. ഇത് അടിയറവ് വെക്കലിന്റെ 3ാമത്തെ വേർഷനാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാമോ കഞ്ഞിയും പയറും ഞങ്ങൾക്ക്. സങ്കടവും അമർഷമൊക്കെ ആയിട്ട് നേതാക്കളുടെ മനസ്സിലും ഓഫീസിലും ഇങ്ങനെ പുകയാന്നല്ലാതെ പൊട്ടിത്തെറിക്കാൻ പറ്റൂലല്ലോ. ഇടതുമുന്നണിയുടെ യോഗം ചേർന്നപ്പോൾ സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്ന പോലെയാണ് ഈ 2 കക്ഷികൾ നിലപാട് സ്വീകരിച്ചത്. അമർഷങ്ങളും എതിരഭിപ്രായങ്ങളും ഒക്കെ ഒരു പേപ്പറിൽ എഴുതി ആരും കേൾക്കാതെ വായിക്കുക, ആരും കേൾക്കാതെ മുദ്രാവാക്യം വിളിക്കുക. തൽക്കാലം അതിനെ നിവർത്തിയുള്ളൂ. അപ്പോൾ വ്യവസായത്തിന് വേണ്ടി AI ഈ കാലത്ത് CPI എന്തൊക്കെ വിട്ടുവീഴ്ചക്ക് തയ്യാറാകും, ഇനി വിട്ടുവീഴ്ചക്ക് തയ്യാറാകാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നണിയിലെ വല്യേട്ടന്മാർ മുൻകൈയെടുത്ത് തയ്യാറെടുപ്പിക്കുക എന്നൊക്കെ കാത്തിരുന്ന് കാണാം.